ഹലോ ഹലോ, ഇതെൻ്റെ ഇളയ മോളാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയപ്പം എൻ്റെ പുറകെ കൂടിയതാ. അമ്മയെ തന്നെ ഉണ്ടാക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന കസേരയും കയറി നിന്ന് ആ പൊടിയെല്ലാം വാരി തൂകി അവിടെ എല്ലാം കുളമാക്കി. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് വട്ടം പോരാന്ന് തോന്നിയിട്ടാണോ എന്തോ ആ ചപ്പാത്തി വാങ്ങി പരത്തൽ തുടങ്ങി. എന്നിട്ടും വട്ടം ശരിയാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം കീറിയെടുത്ത് ആ ചപ്പാത്തീനെ ഒരു പരുവാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തറയിൽ മൊത്തം പൊടിയായ സ്ഥിതിക്ക് എന്നാൽ പെരയൊന്ന് അടിച്ചു വരാന്നോർത്ത് ചൂലെടുത്തപ്പോഴോ അപ്പോഴും തുടങ്ങി. അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ചൂലും പിടിച്ചു വാങ്ങി എൻ്റെ കയ്യിൽ അടിവാരൽ തുടങ്ങി. അടിച്ചടിച്ച് ആ ചൂല് സ്വന്തം കാലിൽ തന്നെ വീണപ്പത്തേക്ക് നല്ല വേനെടുത്തു. കരച്ചിലങ്ങ് തുടങ്ങിയ ആള്. കരയുമ്പം അമ്മ മനസ്സ് തേങ്ങൂലോ. നമ്മൾ ഓർത്തു എന്നാ പോട്ടെ, ഒരു ജ്യൂസും കൊടുത്ത് ആ ഹാളിൽ പോയിരുന്ന് ജ്യൂസ് കുടിക്കട്ടെ എന്നോർത്ത് പറഞ്ഞു വിട്ടു. ഞാൻ അടുക്കള അടിച്ചു വാരി തിരിച്ചു ചെന്നപ്പോഴോ കണ്ട കാഴ്ചയാണിത്. ഒരു തുള്ളി ജ്യൂസ് ഇല്ലാണ്ട് അത് മൊത്തം ആ തറയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും കാണൂലോ വീട്ടിൽ മക്കളായിട്ടും കൊച്ചുമക്കളായിട്ടൊക്കെ ഇങ്ങനെ ഓരോ കുരിപ്പുകൾ. എന്നാൽ ഇവർ വീട്ടിലില്ലെങ്കിലോ അതും ഭയങ്കര ബോറിങ്ങാ അല്ലേ? എന്നാൽ ഇവരുണ്ടെങ്കിലോ ഇങ്ങനെ ഓരോ പണികൾ.